ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കൊരു മാക്രമേ ഗേൾ ഡോളിന് ഉണ്ടാക്കിയാലോ? ഇതുപോലൊരു കത്രികയും ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു മാക്രമേ വർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു പ്രൊജക്റ്റിന് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഹെയറിന് വേണ്ടിയിട്ട് 4mm മാക്രമേ കോഡാണ് എടുത്തിട്ടുള്ളത്. 10 കോഡ്സ് ഞാനിവിടെ 30 സെന്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡ്രസ്സിന് വേണ്ടിയിട്ട് 4mm മാക്രമേ കോഡ് 10 കോഡ്സ് എടുത്തിട്ടുണ്ട്. 25mm ആണ് എടുത്തിട്ടുള്ളത്. ഹാൻഡിന് വേണ്ടിയിട്ട് 4mm 1 കോഡ് 20 സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ലെഗ് അതുപോലെ തന്നെ 4mm 1 കോഡ് 45 സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു ഐറ്റാണ് ഈ ഒരു വുഡൻ ബീഡ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് 25mm ഒരു വുഡൻ ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വുഡൻ ബീഡാണ് നമ്മുടെ ഡോളിൻ്റെ ഹെഡായിട്ട് വെക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ഒരു ഹെയറിൻ്റെ കോഡിൽ നിന്ന് ഒരു സ്ട്രാൻഡ് ഇതുപോലെ ഒന്ന് പതുക്കെ അഴിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു അഴിച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്ട്രാൻഡില്ലേ, അതിൻ്റെയും ഹാഫ് മതി നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും ഒരു ചെറിയ എമൗണ്ട് നമുക്ക് വീണ്ടും ഒന്ന് അഴിച്ചെടുക്കാം. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് ഇതിങ്ങനെ നീളത്തിലൊന്ന് വെച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മുടെ ലെഗിൻ്റെ കോഡ് ഇതുപോലെ നീളത്തിലൊന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനൊരു പ്ലസ് ചിഹ്നം പോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ക്രോസ് ആയിട്ട് നമ്മുടെ ഹാൻഡിൻ്റെ ആ ഒരു കോഡ് കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ കോഡ് കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഹെയറിൻ്റെ സ്ട്രാൻഡില്ലേ, അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം നമ്മുടെ ബീഡിനകത്തോട്ടേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ക്രോഷേ ഹുക്ക് വെച്ചിട്ടാണ് കയറ്റണത്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്കിത് കയറ്റാനായിട്ട് പറ്റും കേട്ടോ. നോർമലായിട്ട് കയറ്റിയാലും മതി, ഇങ്ങനെ ഹുക്ക് വേണമെന്നൊന്നുമില്ല. എന്നിട്ട് ഇതിങ്ങനെ നിവർത്തിയിട്ട് ഇടുക വീണ്ടും, അതായത് ഇതുപോലെ ഇങ്ങനെ വിടർത്തിയിടുക. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഹെയറിൻ്റെ സ്ട്രാൻഡ് കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ കെട്ടുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ 1-2 വട്ടമായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് തന്നെ അത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1-2 വട്ടമായിട്ട് കെട്ടി കൊടുക്കുന്നത് കേട്ടോ. ഇനി ആ ബ്ലാക്ക് സ്ട്രാൻഡ് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് ഉള്ളിലേക്ക് പോയിക്കോളും. എന്നിട്ട് നമ്മുടെ ഹെയറൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡ്സ് ഒന്ന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അത് ഇതുപോലെ 2 ഹാൻഡ്സും നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. ഡ്രസ്സിൻ്റെ കോഡ്സൊക്കെ ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പിരിച്ച് എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാക്രമേ കോഡ് എന്ന് പറയുന്നത് 3 പ്ലൈ യാണാണ് കേട്ടോ ഇതിനകത്തുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മാക്രമേ ഡോൾസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ എളുപ്പമായിട്ടുള്ളത് സിംഗിൾ സ്ട്രാൻഡ് കോഡ്സ് വാങ്ങുമ്പോഴാണ്. അതായത് 3 പ്ലൈ എന്ന് പറയുമ്പോൾ ഇതുപോലെ 3 മെടച്ചിലുള്ളതായിരിക്കും. ഇനി 4 പ്ലൈ ഉണ്ട്, അപ്പോൾ 4 ഉണ്ടായിരിക്കും. 5 പ്ലൈ ഉണ്ട്, അത് 5 ആയിരിക്കും. അതുപോലെ ഇങ്ങനെ അതിങ്ങനെ നീണ്ടു പോവും. അപ്പോൾ ഒരു എണ്ണം മാത്രമായിട്ട്, അതായത് ഇതുപോലെ ഇങ്ങനെ മെടച്ചിലൊന്നും ഇല്ലാത്തതായിട്ടുള്ള അതിനെയാണ് സിംഗിൾ സ്ട്രാൻഡഡ് കോഡ്സ് എന്ന് പറയുന്നത്. ആ ഒരു ടൈപ്പ് കോഡ്സാണ് നമുക്ക് ഇതുപോലുള്ള വർക്കിനൊക്കെ കൂടുതൽ എളുപ്പമായിരിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പിരിച്ചെടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു ഫുൾ ഡ്രസ്സിൻ്റെ നമ്മുടെ കോഡ്സും ഓരോന്നും ഇതുപോലെ ഇങ്ങനെ ഓരോ സ്ട്രാൻഡ് ഇങ്ങനെ തിരിച്ചിട്ട് വിടർത്തിയെടുക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ ഹെയറിൻ്റെ ആ കോഡ്സ് കൂടി ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ടുള്ള പണിയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പണിയായിരിക്കില്ല. കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാതും നമുക്കൊന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഡോളിൻ്റെ ഹെയറും അതുപോലെ ഡ്രസ്സും മൊത്തം കോഡ്സ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കോമ്പ് എടുത്തിട്ട് ഇങ്ങനെ ചീകി കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഇവിടെ ചീകണുള്ളൂ. എനിക്ക് ഹെയർ ഇതുപോലെ കേളി ആയിട്ട് കിടക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. അല്ലാണ്ട് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ എനിക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചീകി കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചീകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡോളിൻ്റെ ലെഗ്സൊക്കെ നമുക്ക് ഡ്രസ്സിനകത്തോട്ടേക്ക് ആക്കി കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഒന്ന് കെയർ ചെയ്തിട്ട് ചെയ്യണത് നന്നായിരിക്കും. കാരണം ചീകി വെച്ചതൊക്കെ കൊളാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് കെയർ ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഇവിടെ ഞാനൊരു ലേസ് എടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം ഡ്രസ്സിൻ്റെ കളർ ലേസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലേസ് വെച്ചിട്ടാണ് ഞാനിവിടെ ഇതുപോലെ ഇങ്ങനെ ഭംഗിയാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ലേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ത്രെഡോ നല്ല ഗോൾഡൻ കളറുള്ള ത്രെഡൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ലേസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഡ്രസ്സ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹെയറിൻ്റെ പോർഷൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ ഞാനിവിടെ ചീകി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. എനിക്കിങ്ങനെ കേളി ഹെയർ ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം കൂടുതൽ. അതുകൊണ്ട് തന്നെ ചീകി കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീകി കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ലെവൽ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനിങ്ങനെ നേരെ നിർത്തുമ്പോൾ വീണ്ടും കുറച്ചുകൂടി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ടൊന്ന് വെട്ടി കൊടുക്കുക. ഇനി നമുക്ക് ഹാൻഡ് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇതൊരു നോർമൽ നോട്ടാണ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു കെട്ട്. സാധാ കെട്ട് നമ്മൾ ചെറുപ്പം മുതലേ ഇടുന്ന ഒരു നോർമലായിട്ടുള്ള കെട്ടാണല്ലോ ഇത്. അപ്പോൾ ഇതങ്ങനെ ആർക്കും പഠിപ്പിച്ചിടേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ രണ്ട് കൈയിലും ഒരേ ലെങ്ത്തിൽ തന്നെ ഒന്ന് ഇടാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്കി നിൽക്കുന്ന ആ ഒരു യാണുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലെഗ് കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നേരത്തെ ഇട്ട പോലെ തന്നെ ആ ഒരു നോർമൽ നോട്ട് നമുക്കിവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടിൻ്റെ ലെങ്ത്ത് ഒന്നായിരിക്കണം എന്ന് ഉള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട ആവശ്യമായിട്ടില്ല. ഇതുപോലെ നോർമലായിട്ടുള്ള നോട്ട് രണ്ട് കാലിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു യാണിനെ കട്ട് ചെയ്തിട്ട് കളയാം. ഇനി ലാസ്റ്റായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒന്നുകൂടി ഒന്ന് ഡ്രസ്സൊക്കെ ചീകി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹെയറിൻ്റെ ലെങ്ത്ത് കുറച്ചധികം കൂടുതലാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു യാൺസൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് ലെവലാക്കി എടുക്കുക നമ്മൾ. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഈ ഒരു രണ്ട് ഹാൻഡ്സിനെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ കെട്ടി നിൽക്കണ പോലത്തെ ഒരു ഫീലാക്കി എടുക്കുകയാണ്. അതായത് ഇത് ഇങ്ങനെ ഒരെണ്ണത്തിന് മുകളിൽ അടുത്ത കൈയായിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് ഇടുകയും ചെയ്യാം കേട്ടോ. അതൊന്നും ഒരു പ്രശ്നമല്ല. അതുപോലെ നമ്മുടെ ഹെയർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അവിടുന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഗ്ലൂ ഫേസിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അവസാനമായിട്ട് നമ്മുടെ ഡോളിന് കണ്ണും വായും വരച്ചു കൊടുക്കാം. അപ്പം ഞാനൊരു ബ്ലാക്ക് ജെൽ പെൻ വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. ജസ്റ്റ് സിമ്പിളായിട്ട് രണ്ട് കണ്ണും ഒരു വായും വരച്ചു കൊടുത്തിട്ടുണ്ട്. അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വരയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വരയ്ക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ വരച്ചില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടാലും അതൊരു ഫേസ് ആണെന്ന് തോന്നും. അപ്പോൾ നമ്മുടെ ഡോളിവിടെ സെറ്റായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാലൊരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ബായ്.